റെഡ് ലൈറ്റും ഒന്ന് പാർക്ക് ലൈറ്റും രണ്ട് അല്ലേ. പിന്നെ അതിൽ തന്നെ വേറെ ഒന്നുമുണ്ട്, റിഫ്ലക്ടർ ഉണ്ട്. എന്താണ് റിഫ്ലക്ടർ? നമുക്ക് എപ്പോഴും രാത്രി ഫുൾ നൈറ്റ് കിട്ടേണ്ടി വന്നു റോഡിൽ. ഹസാർഡ് ലൈറ്റ് വെച്ചേക്കാൻ പറ്റുമോ? പാർക്ക് ലൈറ്റ് വെച്ചേക്കാൻ പറ്റുമോ? നമ്മൾ ബാക്ക് ചെയ്ത വണ്ടി എങ്ങനെ കാണുന്നത്? ഒരു മൊബൈലുണ്ടോ ആരെങ്കിലും? ഓഫ് ചെയ്തേ നോക്കിയോ, ഒരു പ്രകാശം അടിച്ചേ, മൊബൈൽ അടിച്ചേ, ഫ്ലാഷ് അടിച്ചേ. ഉണ്ടോ? അതും ഇല്ല ഇല്ല, ഇതിലുണ്ട് ഉണ്ടോ? തിളക്കുന്നുണ്ടോ? ഇതിലുണ്ട്. ഇതൊക്കെ റിഫ്ലക്ട്, ഇതൊക്കെ റിഫ്ലക്റ്റാ, ഇതിനൊക്കെ ഇതിനകത്തൊക്കെ റിഫ്ലക്ട് ഉണ്ട്. ഇതുണ്ട് റിഫ്ലക്ട്, ഇതിലും വരും. ഇത് റിഫ്ലക്റ്റാണ്. എന്താണ്? എവിടെ നിന്നെങ്കിലും ചെറിയൊരു പ്രകാശം ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രകാശിച്ചു തുടങ്ങും. അതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. റോഡിലൊക്കെ നമ്മൾ ലൈനൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റിഫ്ലക്ട് നടുക്ക് വെച്ചിട്ടില്ലേ? അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് റോഡിലെ ഏറ്റവും വലിയ കുഴപ്പം, ഇടാതിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ലെഫ്റ്റിൽ കൂടെ പോയ വണ്ടി ലോറിയിൽ ഇടിച്ച് കയറി, പാർക്ക് ചെയ്യുന്ന ലോറിയിൽ ഇടിച്ച് കയറി, അല്ലെങ്കിൽ പാർക്ക് ചെയ്യുന്ന ബസ്സിൽ ഇടിച്ച് കയറി. എന്താണ് സംഭവിക്കുന്നത്? പ്രോപ്പറായിട്ട് ഇത് റിഫ്ലക്ട് വർക്കാവില്ല. എന്താണ് കാരണം? അത് ആരാ ചെയ്യേണ്ടത്? ഡ്രൈവർ ചെയ്തിരിക്കണം അല്ലേ. ഡ്രൈവർ എന്ത് ചെയ്യണം? വണ്ടി ഒന്നും കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യണം? രാത്രി പാർക്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ബാക്കിലെ ലൈറ്റുകൾ കഴുകി വൃത്തിയാക്കി വയ്ക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ആര് കാണിക്കണം? ഈ ഹെവി ലോറി ഡ്രൈവർ അല്ലെങ്കിൽ കാറുകാർ അല്ലെങ്കിൽ ആരായിരുന്നാലും. ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വന്തമായിട്ടല്ല, മറ്റുള്ളവരോടുള്ള കരുതലാണ് ഡ്രൈവർ ഇല്ലേ. നമ്മൾ ലോങ്ങൊക്കെ പോയി, ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് ചണ്ഡീഗറിൽ നിന്ന് ഓടി വരുന്ന വണ്ടിയിൽ ഇങ്ങനെ ഓടി വരും. ഇടയ്ക്ക് മഴ കാണും, ഇപ്പോൾ ചെളി തെറിക്കും, ഈ ലൈറ്റിൽ പോയി ചെളി അടിഞ്ഞിരിക്കും. പ്രകാശിച്ചാലും അത് പ്രകാശിക്കില്ല. അപ്പം അവൻ ആഹാരം കഴിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വെറുതെ ഒന്ന് ഒഴിച്ചാൽ തന്നെ ഇതൊന്ന് അഴുക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം? ആർക്കാ ഗുണം? പുള്ളിക്കല്ല ഗുണം, ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് അല്ലേ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിരിക്കും വെച്ചിരിക്കുന്നു. നമ്മൾ സെയിം ബൈക്കിൽ നിന്ന് ഫാസ്റ്റ് വന്നുകൊണ്ടിരിക്കും.